കെൻ പറഞ്ഞതുപോലെ ധൈഷണികമായ ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ട് ഒരു പരാജിതനായി നിൽക്കുന്ന ഒരാള് എന്ന നിലയിൽ മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം മൻസൂർ സാറ് മാസങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകം എൻ്റെ കയ്യിൽ തരികയും എന്നോട് ഫോണിലാണ് പറഞ്ഞത്, ഒരു പുതിയ പുസ്തകമുണ്ട്, മനുഷ്യൻ്റെ ഉത്ഭവം എന്നുള്ള ഒരു പുസ്തകമുണ്ട്, അതൊന്ന് വായിച്ചിട്ട് സാറ് എൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുക്കണം എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത്. പുസ്തകം ഞാൻ വാങ്ങി. ആദ്യത്തെ കിട്ടിയ ആവേശത്തിന് ആദ്യത്തെ ഇൻട്രഡക്ഷനൊക്കെ വായിച്ചു തുടങ്ങി. രസകരമായിരുന്നു. പക്ഷേ പിന്നീട് മറ്റു ചില ഞങ്ങളെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് നാക് വിസിറ്റ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് കൃത്യാന്തര ബാഹുല്യങ്ങളിൽ പെട്ട് പുസ്തകം അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയാണ് വീണ്ടും മൻസൂർ സാറ് നമുക്ക് അക്കാഡമിക് വർഷം കഴിയാറായി, എത്രയും പെട്ടെന്ന് തന്നെ റീഡേഴ്സ് ഫോറത്തിന്റെ ഈ പരിപാടി സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാഹസം വേണ്ടായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു അവസരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്നത്. ഡോക്ടറോട് ആദ്യം തന്നെ ഞാൻ ക്ഷമാപണം ചെയ്യുകയാണ്. പുസ്തകം പൂർണ്ണമായി ഡോക്ടർ ഉദ്ദേശിച്ച അർത്ഥത്തിൽ വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുസ്തകങ്ങൾ പല രൂപത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് സാധാരണഗതിയിൽ നമ്മളൊരു നോവൽ പോലുള്ള പുസ്തകങ്ങൾ ഒറ്റ ഇരിപ്പിനോ ഒറ്റ കിടപ്പിനോ അല്ലെങ്കിൽ അതിനൊരു തുടർച്ചയോടുകൂടി വായിക്കാൻ പറ്റും. പ്രത്യേകിച്ച് മറ്റ് ആലോചനകളൊന്നുമില്ലാതെ പുസ്തകം എങ്ങനെയാണോ നമ്മളെ നയിക്കുന്നത് അതിനനുസരിച്ച് മാത്രം അങ്ങനെ വായിച്ചങ്ങനെ പോവാം, പെട്ടെന്ന് പുസ്തകം തീർക്കാൻ പറ്റും. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേവലമായ ഒരു വായന ആവശ്യപ്പെടുന്ന ഒരു പുസ്തകമേ അല്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം. കാരണം നിലനിൽക്കുന്ന ഒരു വലിയ സമസ്യയെ എങ്ങനെ അതിനുത്തരം കണ്ടെത്താമെന്നുള്ള ഒരു വലിയൊരു ശ്രമമാണ് കഴിഞ്ഞ 20 വർഷത്തെ പ്രയത്നത്തിന്റെ ഒടുവിൽ ഒരു പുസ്തകമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചോദിച്ചിട്ടുള്ളതായിരിക്കാം. എല്ലാവരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവാം, നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. പലതരത്തിലുള്ള മറുപടികളാണ് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടിയിട്ടുള്ളത്. ഞാനൊരു വിശ്വാസിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസികളായതുകൊണ്ട് തന്നെ ആ തരത്തിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ വീടാണ് ആദ്യത്തെ ഗുരുകുലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ ഉത്തരം കണ്ടെത്തിയിട്ടുള്ളത് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചു, അള്ളാഹു ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, അവനെ പരിപാലിക്കുന്നു. ഇതാണ് മദ്രസയിൽ നിന്ന് നമ്മൾ നേടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ ഈ ഖുർആനിൽ തന്നെ ദൈവത്തിന് ഒരു വസ്തുവിനോട് ഉണ്ടാകാൻ പറഞ്ഞാൽ മതി, അത് ഉണ്ടായിക്കൊള്ളും. അതാണ് ഒരു ഇസ്ലാമിക പരമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കഴിവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത. ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ വസ്തുവിന്റെ ഉണ്ടാകുന്ന ഒരു പ്രോസസ് ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ളതാണ്. അതിനോട് അങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ അതായിത്തീരും. ഇപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, മനുഷ്യനെ ആദം എന്ന് പറയുന്നതാണ് മനുഷ്യകുലത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആദത്തിനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളത് അങ്ങനെയാണ്. അങ്ങനെ ആദത്തിന്റെ ഒരു ഭാഗത്ത് നിന്നിട്ട് ആദത്തിന്റെ ഇണയ ഹവ്വയെയും സൃഷ്ടിച്ചു. അപ്പൊ എന്നിൽ ഈ സൃഷ്ടിയെ കുറിച്ചിട്ടുള്ള എൻ്റെ ആദ്യത്തെ ചിന്തകൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് മതവിദ്യാഭ്യാസമാണ്. അപ്പോൾ എൻ്റെ രൂപപ്പെട്ടിരിക്കുന്ന, ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്ന, എൻ്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് സൃഷ്ടിവാദം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്, ഇവിടെ സാറ് പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പരിണാമം എന്ന് പറയുന്ന, എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് ബയോളജിയിൽ. അതിനു മുമ്പ് നമ്മൾ ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യേകതകൾ, ജീവനുള്ളവ, ജീവനില്ലാത്തവ, അബയോട്ടിക്, ബയോട്ടിക് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ പരിണാമം എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ അന്ന് ഈ ഡെഫിനിഷനൊക്കെ കാണാതെ പഠിക്കുന്നത്, പരിണാമം എന്നാൽ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡെഫിനിഷൻ കാണാതെ പഠിക്കുന്ന കൂട്ടത്തിൽ ലളിത ഘടനയിൽ ഉള്ള ജീവികളിൽ നിന്ന് സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്കുള്ള മാറ്റമാണ് പരിണാമം എന്ന് പറഞ്ഞാണ് പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ആദ്യത്തെ മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവികൾ പരിണമിക്കുന്നതിന് മുമ്പ് രാസപരിണാമം, കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു തിയറി പഠിപ്പിക്കുന്നുണ്ട്.
നേരത്തെ ഇവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹോട്ട് സൂപ്പ് അല്ലെങ്കിൽ ഒരു ഹോട്ട് ലായനിയിൽ നിന്ന് ഒരു പ്രകൃതിയിൽ വർഷങ്ങളോളം ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേകമായ പലതരത്തിലുള്ള പ്രകൃതിയിൽ നടക്കുന്ന പലതരത്തിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചുകൾക്ക് വിധേയമായിട്ട് ഓക്സിജൻ രൂപപ്പെടുന്നു. അങ്ങനെ കൊയാസർവേറ്റുകൾ രൂപപ്പെടുന്നു. അങ്ങനെ അതിൽ നിന്ന് ഏതോ ഒരു പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ ന്യൂക്ലിയോ പ്രോട്ടീനുകൾ എന്ന് പറയുന്ന തന്മാത്രകൾ രൂപപ്പെടുന്നു. ഈ തന്മാത്രകൾക്ക് സ്വയം ഇരട്ടിക്കാനുള്ള കഴിവുണ്ട്. നമ്മൾ സാമാന്യേന ഇവല്യൂഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇതിനെ ഇരട്ടിക്കാനുള്ള കഴിവുണ്ട്. ആ തരത്തിൽ ഒരു ഏകകോശ ജീവി ഭൂമിയിൽ രൂപം കൊള്ളുന്നു. ഈ ഏകകോശ ജീവി പിന്നീട് ബഹുകോശ ജീവികളാകുന്നു. ഇത് വെള്ളത്തിലാണ് ആദ്യം ജീവൻ ഉത്ഭവിച്ചത്. അതുകൊണ്ട് ബഹുകോശ ജീവികൾ ഉണ്ടാകുന്നു. ബഹുകോശ ജീവികളിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റത്തോടു കൂടിയ ഒരു കോശം. ഏകകോശ ജീവിയുടെ പ്രത്യേകത നമുക്കറിയാം, ജീവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ആ ഒരൊറ്റ കോശത്തിൽ നിന്നാണ്. അതിൽ നിന്ന് ബഹുകോശ മെറ്റാസോയിലേക്ക് അല്ലെങ്കിൽ മറ്റു ബഹുകോശ ജീവികളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവയവങ്ങൾ ഉണ്ടാകുന്നു, ടിഷ്യൂസ് ഉണ്ടാകുന്നു. ടിഷ്യൂകൾ കൂടി ചേർന്ന് ഓർഗനുകൾ ഉണ്ടാകുന്നു. ഓർഗനുകൾ കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഈ തരത്തില് യൂണിസെല്ലുലാരിറ്റിയിൽ നിന്ന് മൾട്ടി സെല്ലുലാരിറ്റിയിലേക്ക് ജീവൻ ഇങ്ങനെ ജീവികൾ ഇങ്ങനെ പരിണമിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് കേവലമായ ഒരു ദിവസത്തെ ബിസിനസ് അല്ല, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടാകുന്നതാണ് എന്ന തരത്തിലുള്ളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ തരത്തില് ജലജീവികൾ പിന്നീട് ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ഉഭയജീവികളായി മാറുന്നു. ഉഭയജീവികളിൽ നിന്ന് പിന്നീട് ഉരകങ്ങൾ ഉണ്ടാകുന്നു. ഉരകങ്ങളിൽ നിന്ന് പക്ഷികൾ ഉണ്ടാകുന്നു. ഈ തരത്തിൽ ശ്രേണീബദ്ധമായ ലീനിയർ ആയിട്ടുള്ള ഒരു രേഖീയമായിട്ടുള്ള ഒരു ഒറിജിനെ കുറിച്ചിട്ടാണ് നമ്മളൊക്കെയും മനസ്സിലാക്കി വെച്ചിട്ടുള്ള പരിണാമ സിദ്ധാന്തത്തിന്റെ പല വാദങ്ങളും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ഉത്ഭവം പറയുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഈ എവല്യൂഷനെ കാണിക്കുന്ന, നമ്മളിപ്പോൾ ഗൂഗിളൊക്കെ തിരഞ്ഞാൽ കാണുന്ന ഒരു ചിത്രമുണ്ട്. ഒരു നിലത്ത് അല്ലെങ്കിൽ കുനിഞ്ഞു നടക്കുന്ന കുരങ്ങൻ, അതിനുശേഷം ഇങ്ങനെ കുറച്ചുകൂടെ ഉയർന്നുയർന്ന് ഇറക്റ്റ് പൊസിഷനിലേക്കുള്ള മനുഷ്യനിലേക്ക് വരുന്ന ഒരു സീരീസ് ഓഫ് സംഗതി എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിത്രം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ആ തരത്തിൽ നമ്മുടെയൊക്കെ ഉപ്പാപ്പയായിട്ട് വിചാരിക്കുന്നത് ഏതോ ഒരു കുരങ്ങനെയാണ് എന്നുള്ള ഒരു സങ്കല്പം അല്ലെ. നമ്മളൊക്കെ കുരങ്ങൻ പരിണമിച്ച് മനുഷ്യൻ ഉണ്ടാകുന്നു എന്നുള്ള വളരെ ലളിതമായ ചില സമവാക്യങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ഏകദേശം കേട്ടിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് ഈ പരിണാമത്തെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ രൂപപ്പെടുന്നത് ഈ രണ്ട് ധാരകളിൽ നിന്നാണ്. ഒന്ന് നമ്മൾ പഠിച്ച ഈ പരിണാമ സിദ്ധാന്തത്തിലെ ചാൾസ് ഡാർവിൻ പല HMS ബീഗൾ എന്ന കപ്പലിലൂടെ ലോകത്ത് പോയി വൈവിധ്യങ്ങളെ കാണുകയും ഈ വൈവിധ്യങ്ങൾ ഒരു ആൻസിസ്റ്റർ അല്ലെങ്കിൽ അവയുടെയൊക്കെ ഒരു പൂർവ്വ പിതാമഹനിൽ ഒരു പൂർവ്വ ജീവിയിൽ നിന്ന് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങൾ ഉണ്ടാവുകയും അതിൽ അനുഗുണമായ ഒരു പ്രത്യേക സ്ഥലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനെ പര്യാപ്തമാക്കുന്ന അനുഗുണങ്ങളുള്ള വേരിയേഷൻസ് ഉള്ള ജീവികൾ അത് സക്സസ് അതവിടെ ആ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു മത്സരത്തിൽ അത് വിജയം കൊള്ളുകയും അത് അവരൊരു സ്പീഷീസ് ആയിട്ടൊക്കെ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന ലളിതമായിട്ട് പല രൂപത്തിൽ നമ്മൾ ഇതിനെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ധാരണ കൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ വായിക്കാനായിട്ട് ഇരുന്നത് എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഈ പറയുന്ന എല്ലാ ധാരണകളെയും അടിമേൽ മറിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഇതിന്റെ വായന. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇതിന്റെ വായന പൂർത്തിയാക്കിയിട്ടില്ല. ഇതിന്റെ വായന തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടക്കത്തിൽ തന്നെ എനിക്ക് തൊട്ടടുത്തായിട്ട് ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു PC-യോ ഒരു നോട്ട്ബുക്കോ കൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ പുസ്തകത്തിന്റെ സമഗ്രമായ വായനയ്ക്ക് സാധ്യമാകൂ എന്നുള്ള തരത്തിൽ വളരെയധികം റെഫറൻസുകൾ ആവശ്യമുള്ള, വളരെയധികം പുനരാലോചനകൾ ആവശ്യമുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ഇപ്പോ രണ്ട് തരത്തിലുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. ഒന്ന്, ശാസ്ത്രത്തിന്റെ മൗലികതയിൽ മാത്രം വിശ്വസിക്കുകയും ഇപ്പോൾ നിലനിൽക്കുന്ന അറിവുകളല്ലാത്തതെല്ലാം, ശാസ്ത്രീയ അറിവുകൾ അല്ലാത്തതിനെയെല്ലാം പാടെ നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രവാദികൾ അല്ലെങ്കിൽ ശാസ്ത്ര മൗലികവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ശാസ്ത്രീയമായതെല്ലാം ഒന്നിനെയും അംഗീകരിക്കാതെ അല്ലെങ്കിൽ
മതവിശ്വാസം എന്ന രൂപത്തിൽ ശാസ്ത്രീയതയ്ക്ക് വലിയ ഇടം കൊടുക്കാത്ത തരത്തിലുള്ള ഈ രണ്ട് ധാരകൾ തമ്മിലുള്ള ഒരു അടിയായിട്ടായിരുന്നു, ഇവർ തമ്മിലുള്ള ഒരു കലഹമായിട്ടാണ് ഇതിനു മുമ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന ചർച്ചകൾ അധികവും കേന്ദ്രീകരിച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തൊക്കെ എസൻസ് ഗ്ലോബൽ എന്നൊക്കെ തുടങ്ങി നവനാസ്തികതാ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നതോടൊപ്പം കേരളത്തിലുമൊക്കെ സജീവമായി വന്ന ഈ ഒരു നാസ്തിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മതവിശ്വാസങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് ഈ സൃഷ്ടിവാദത്തെയും അതിൻ്റെ സൃഷ്ടിവാദത്തിനെതിരായിട്ടുള്ള ശാസ്ത്രവാദത്തെയും ആ തരത്തിലുള്ള ഒരു സംവാദമാണ് ഇപ്പൊ നമ്മുടെ ഇടയിൽ നിലനിന്നിരുന്നത്. ആ ഒരു ഇടത്തേക്കാണ് ഈ സൃഷ്ടിവാദത്തിനപ്പുറം അല്ലെങ്കിൽ പരിണാമവാദത്തിനൊക്കെ അപ്പുറത്ത് വേറൊരും കൂടെ ഒരു ഇടമുണ്ട്, വേറൊരും കൂടെ ഒരു ചർച്ചയ്ക്കുള്ള ഒരു വകുപ്പുണ്ട് എന്ന് ബഷീർ സാറ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട റെഫറൻസുകൾ ഇങ്ങനെ ഗൂഗിളിലൊക്കെ തിരയുന്നതിന്റെ കൂട്ടത്തിൽ ചില ഫേസ്ബുക്ക് ലിങ്കുകളിലേക്കും എന്നെ നയിക്കുണ്ടായി. അപ്പൊ ഞാൻ കണ്ട സാറിന്റെ വോളിൽ ഞാൻ പോയി ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശാസ്ത്രവാദികൾ എന്ന് പറയുന്ന വിഭാഗം വളരെ അസഹിഷ്ണുതയോടുകൂടിയാണ് ഒരു പക്ഷേ സാറ് മുന്നോട്ട് വെക്കുന്ന ഈ ആശയത്തെ നോക്കിക്കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ഒരു പക്ഷേ ഒരു ശാസ്ത്രവാദികളിൽ നിന്നും ഒരു പക്ഷേ പോക്കർ സാറ് അതിനേക്കുള്ള സൂചനകളൊക്കെ തന്നിരുന്നു. ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഇതൊരു പുസ്തകം വായിക്കാൻ പോലും കൊള്ളില്ല എന്നുള്ള തീർപ്പുകളിലേക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു സംവാദം അല്ലെങ്കിൽ അത്തരത്തിൽ വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹം പോലുമില്ലാതെ ചില തീർപ്പുകളിലേക്ക് നമ്മുടെ ഉത്ബുദ്ധരായ ശാസ്ത്ര സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പുസ്തകത്തിന്റെ നമുക്കറിയാം പരിണാമ സിദ്ധാന്തത്തില് പ്രധാനമായിട്ടും പല തെളിവുകളും നിരത്തിയിട്ടാണ് ഈ പരിണാമവാദികൾ അല്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഫോസിലുകളിൽ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ ഫോസിലുകൾ എന്താണ്? ഫോസിൽ പഠനം മുന്നോട്ട് വെക്കുന്ന പല സംഗതികളുമാണ്, അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചെടുത്തുനിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഖനനം ചെയ്ത് കിട്ടുന്ന ജീവികളെ കുറിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഭാവനയിൽ കൂടി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു വാദങ്ങളാണ് ഒരു പക്ഷേ ഫോസിലുകളുടെ പഠനത്തിലൂടെ കിട്ടുന്നത്. ഞാൻ ഹ്യൂമൻ എവല്യൂഷനിലൂടെ പലപ്പോഴും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റെഫറൻസ് നടത്താറുണ്ട്. നമുക്ക് ഹ്യൂമൻ എവല്യൂഷന്റെ സംഗതികൾ ആലോചിക്കുമ്പോൾ ഈ ഓരോ തരത്തില് ആദ്യത്തെ ട്രയോപിത്തിക്കസ്, ശിവാപിത്തിക്കസ്, രാമപിത്തിക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ രൂപങ്ങളുണ്ട്. അതായത് കുരങ്ങളുടെ ആദ്യ രൂപങ്ങൾ, പ്രൈമേറ്റ്സുകളുടെ ആദ്യ വിഭാഗങ്ങൾ, അതിനുശേഷം ഹോമിനിഡ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ആദ്യ രൂപങ്ങൾ, ഹോമോ ഹാബിലിസ്, ആസ്ട്രലോപിത്തിക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളിൽ നമ്മൾ നിയാൻഡർത്താൽ മനുഷ്യൻ എന്നൊക്കെ തുടങ്ങി പല പേരുകളിൽ നമ്മൾ പറയുന്നുണ്ട്. ഈ പേരുകളെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒന്നുകിൽ അത് അവിടെ നിന്ന് കിട്ടി, ഏത് സ്ഥലത്തു നിന്നാണോ കിട്ടുന്നത്, ഈ ഫോസിലുകൾ കിട്ടുന്നത്, ആ തരത്തിലാണ് അതിന്റെ പേരുകൾ പോലും രൂപപ്പെടുന്നത്. ഒരു പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫോസിലിനെ മുൻനിർത്തിയുള്ള ഒരു ജീവിവർഗത്തെ പോലും ഒരു പക്ഷെ ഒന്നോ രണ്ടോ മാത്രമാണ് അതിൻ്റെ അകത്ത് പൂർണ്ണമെന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ ജോബോൺ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സ്കള്ളിന്റെ ഒരു ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ലിംസിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും. ഈ ഭാഗത്തെയെല്ലാം എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കൊണ്ടിട്ട് നിർമ്മിച്ചെടുത്ത സയൻസിന്റെ ഭാവനയിൽ നിർമ്മിച്ച ചില ചിത്രങ്ങളും രൂപങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ മനുഷ്യന്റെ ഉത്ഭവത്തെ പോലും പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും അവസാനം ഹോമോ നാലഡി എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു വിഭാഗം ജീവിച്ചിരുന്നതായിട്ട്, അതിനെ എവിടെ വെക്കണം, മനുഷ്യന്റെ ഉത്ഭവത്തിൽ ഏത് സ്ഥാനത്ത് വെക്കണം, ഏത് ഇറയിൽ വെക്കണം എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുർക്കാന ചൈൽഡ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഇതിനെ കുറിച്ച് പിന്നീട് പറയുന്നത് അതൊരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഈ പറയുന്ന ഫോസിൽ എന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഫോസിലുകൾ നൽകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ഫോസിലുകൾ രൂപപ്പെടുന്നത് ഭൂമിയുടെ ഏറ്റവും താഴെ നിന്ന് കിട്ടുന്നത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നതാണ്, അതിന് മുകളിൽ നിന്ന് കിട്ടുന്നത് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്നതാണ്. ഈ അർത്ഥത്തിലുള്ള ഒരു സംഗതിയാണ് ഈ
ഒരുപക്ഷെ പരിണാമവാദികൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തരം വാദങ്ങളെ പൊളിച്ചടുക്കുന്നുണ്ട് ഡോക്ടറിന്റെ പുസ്തകത്തിൽ. ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് എഴുതിയിട്ടില്ല എങ്കിൽ പോലും ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു ചർച്ചയുടെ ഒരു രൂപത്തിലാണ് ഒരുപക്ഷെ സാർ ഈ പുസ്തകത്തെ വികസിപ്പിച്ചെടുക്കുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ സയൻസിലൊക്കെ മിക്കവാറും സയൻസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായ റെഫറൻസുകൾ കാണിക്കുക. ഈ അർത്ഥത്തിലുള്ള ഒരു ഹൈപ്പോത്തസിസിനെ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഈ പുസ്തകം എന്തുമാത്രം മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഞാനൊരു തീർപ്പുകളിലേക്കും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്കും ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ആ തരത്തില് ഫോസിലുകൾ നൽകുന്ന പഠനങ്ങൾ, അതേപോലെ തന്നെ കമ്പാരറ്റീവ് അനാട്ടമി നൽകുന്ന തെളിവുകൾ, പരിണാമത്തിന് ഉപോത്ബലകമായി മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ ഒരു സംഗതിയാണ് ഈ കമ്പാരറ്റീവ് അനാട്ടമി. അതേപോലെ എംബ്രിയോളജിക്കൽ എവിഡൻസ്, അതേപോലെ തന്നെ ബയോകെമിക്കൽ എവിഡൻസ്. ഓരോ ജീവിയുടെയും ശരീരത്തിൽ രൂപപ്പെട്ടിരുന്ന DNA ഘടനകൾ തമ്മിലുള്ള സാമ്യം, ഭ്രൂണങ്ങൾ തമ്മിലുള്ള സാമ്യം, ആന്തരിക അവയവങ്ങൾ തമ്മിലുള്ള സാമ്യം, വെസ്റ്റീജിയൽ അനലോഗസ് ഓർഗൻസുകൾ, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒരുപക്ഷെ ഈ പരിണാമവാദികൾ ഈ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയങ്ങളെ ഓരോന്നിനെയും എടുത്തിട്ട് അതിനെതിരെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കാനായിട്ട് ഡോക്ടറിന് സാധിക്കുന്നുണ്ട്. ഞാൻ അധികം നീട്ടി പറയുമ്പോൾ ഒരുപാട് പറയേണ്ടതുള്ളത് കൊണ്ട്, പക്ഷേ അത്രയധികം പറയാൻ ഇപ്പോഴും എനിക്ക് സമയമായിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇനിയും ആൾക്കാർ സംസാരിക്കാനുണ്ട്. അപ്പോ ഇതിനൊക്കെ ബദലായിട്ട് ബഷീർ സാറ് മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി, എങ്ങനെ ജീവി ഉണ്ടായി എന്ന് ചോദിച്ചാൽ കുരങ്ങ് പരിണമിച്ച് മനുഷ്യനുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കോശത്തിൽ നിന്ന് ഒരു കോശം. നേരത്തെ പോക്കർ സാർ പറഞ്ഞു ഒരു സമയത്ത് ഒരു കോശം മാത്രമാണ് എന്നുള്ള ആ ഒരു യുക്തിയെ, ഒരു ചരിത്രത്തിന്റെ ഏതോ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഏതോ ഒരു നിമിഷം ഒരു കോശം രൂപപ്പെട്ടു എന്നുള്ളൊരു സാധനത്തെ നമുക്ക് ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് അന്നേരം 2 കോശം രൂപപ്പെട്ടുകൂടാ, അല്ലെങ്കിൽ 3 പെട്ടുകൂടാ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഏതോ ഒരു സമയത്ത് എങ്ങനെയാണ് ഒരു കോശം മാത്രം രൂപപ്പെടുന്നത്? ഭൂമി എന്ന് പറയുന്ന വിശാലമായ ഈ സ്ഥലത്ത് പലതരത്തിലുള്ള ആവാസ വ്യവസ്ഥകളും എക്കോസിസ്റ്റങ്ങളും പലതരത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസും ഉള്ള ഈ സ്ഥലത്ത് എന്തുകൊണ്ട് പല വിധത്തിലുള്ള ആ ഒരു സംഗതി ഉണ്ടായില്ല? അതിൽ നിന്ന് പലതായിട്ട് എന്തുകൊണ്ട് പിരിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോ സാറ് മുന്നോട്ട് വെക്കുന്നത് മനുഷ്യനുണ്ടാകാൻ മനുഷ്യന്റേതായിട്ടുള്ള വിത്ത്, മനുഷ്യന്റേതായിട്ടുള്ള ഒരു ബീജകോശം ഭൂമിയിൽ രൂപപ്പെട്ടിരിക്കാം. അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇനിയും ഒരു പൂച്ച ഉണ്ടാവണമെങ്കിൽ പൂച്ചയുടേതായിട്ടുള്ള ഒരു ബീജം, ഏതെങ്കിലും ഈ ന്യൂക്ലിയോ പ്രോട്ടീനുകൾ ഒരു പ്രത്യേകമായ രൂപത്തിൽ സംയോജിച്ച് അതിൽ നിന്ന് പൂച്ച ഉണ്ടാവാം. ഈ തരത്തിലുള്ള ഒരു ബദലാണ്, അന്വേഷണത്തിന്റെ ഒരു ബദലാണ് ബഷീർ സാർ അവതരിപ്പിക്കുന്നത്. എൻ്റെ ഒരു പ്രാഥമികമായ ഒരു വായനയിൽ നിന്ന് മാത്രം ഉരുത്തിരിഞ്ഞ ചില ആലോചനകൾ മാത്രമാണ് ഞാനിവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു തീർപ്പുകളിലേക്കൊന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ തരത്തിൽ വിമർശന വിധേയമാക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത് എന്നുള്ളത് കൊണ്ടും കൂടുതലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഇനി പറയുന്നില്ല. എനിക്ക് കൂടുതൽ ബഷീർ സാറിൽ നിന്ന് കേൾക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇനിയിപ്പോൾ അടുത്തൊരു അക്കാഡമിക് വർഷത്തിൽ സാറിനെ കൊണ്ടുവന്നിട്ട് സാറിന്റെ പുസ്തകത്തെ പൂർണ്ണമായിട്ട് ഒരു പ്രസന്റേഷൻ രൂപത്തിൽ സാറിന്റെ മുന്നിൽ ഒരു കുട്ടിയായിട്ടിരുന്ന് കേൾക്കണമെന്നുള്ള ഒരു ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ അതിരി കവിഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു തോന്നലോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.